എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബംഗാൾ ഇലക്ഷനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ കേരളത്തോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. രണ്ടാം ഘട്ടം അടുത്ത ഉടനെ ഉണ്ട്. ഈ ബംഗാളിൽ ഒരു പ്രത്യേകത 1977 മുതൽ ഏകദേശം 34 വർഷം CPM ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്നൊരു സംസ്ഥാനമാണ് ഈ വെസ്റ്റ് ബംഗാൾ. ഈ CPM ഈ 34 വർഷം വെസ്റ്റ് ബംഗാൾ ഭരിച്ചത് അടക്കി ഭരിക്കാനായിരുന്നു. ജനങ്ങളെ അടിച്ചമർത്തുകയും കള്ളവോട്ടൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരു അരാജകത്വത്തിലൂടെ 34 വർഷം ഭരിച്ചു. 2011 ആയപ്പോൾ CPMന് അടിതെറ്റി. കാരണം CPMനേക്കാൾ വലിയ ഒരു ജനമുന്നേറ്റത്തോടുകൂടി വന്ന ആളാണ് ദീദി എന്നറിയപ്പെടുന്ന മമതാ ബാനർജി. അവസാന സമയത്ത് ജ്യോതി ബസുവിന്റെ മരണശേഷം ബുജദേവ് ഭട്ടാചാര്യ CPMന്റെ മുഖ്യമന്ത്രിയായി വെസ്റ്റ് ബംഗാളിൽ അധികാരം ഏറ്റെടുത്തതോടു കൂടിയാണ് വെസ്റ്റ് ബംഗാളിൽ CPMന്റെ ഗതികേട് തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നയങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ബുജദേവ് ഭട്ടാചാര്യ അവിടെ നടപ്പിലാക്കിയത് ഒരു മുതലാളിത്ത ഭരണ പരിഷ്കാര രീതികളാണ് വെസ്റ്റ് ബംഗാളിൽ നടത്തിയത്. അതിനെ തുടർന്ന് ടാറ്റയുടെ ഒരു കാർ ഫാക്ടറി സിംഗൂറിൽ തുടങ്ങുന്ന നന്ദിഗ്രാം സിംഗൂർ തുടങ്ങുന്നതിനനുബന്ധിച്ച് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ പ്രക്ഷോഭം മമതാ ബാനർജി ഏറ്റെടുക്കുകയും മമതാ ബാനർജി മാവോയിസ്റ്റുകളെ കൂട്ടുപിടിച്ച് CPMനെ അടിച്ചൊതുക്കി 2011 ആദ്യമായിട്ട് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. പിന്നെ 2016, 2021 വർഷങ്ങളിൽ അവർ വീണ്ടും മമതാ ബാനർജി അധികാരത്തിൽ തുടർന്നു. അതായത് 15ാമത്തെ വർഷമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ CPM ഏത് ശൈലിയിലാണോ വെസ്റ്റ് ബംഗാളിനെ ഭരിച്ചു കൊണ്ടുപോയിരുന്നത് അതേ ശൈലിയിലാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിനെ നയിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരികയും BJP വെസ്റ്റ് ബംഗാൾ പിടിക്കണമെന്നുള്ളത് BJPയുടെ ആത്യന്തിക ലക്ഷ്യമാക്കി മാറ്റുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ BJP വെസ്റ്റ് ബംഗാളിൽ ആരംഭിക്കുകയും 2016 തെരഞ്ഞെടുപ്പിൽ BJP CPMനെയും കോൺഗ്രസിനെയും പിന്തള്ളി അവിടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറുകയും ചെയ്തു. വെസ്റ്റ് ബംഗാളിൽ 2021 മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട് BJP. ഈ 2026 ചിത്രത്തിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് തീവ്ര ഇലക്ഷൻ പരിഷ്കരണം, അതായത് തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം SIR നടപ്പിലാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് വെസ്റ്റ് ബംഗാൾ. ഇതിൽ വെസ്റ്റ് ബംഗാളിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം കേരളത്തിലൊക്കെ SIR നടപ്പിലാക്കിയതാണല്ലോ. വെസ്റ്റ് ബംഗാളിലെ ഇമ്പോർട്ടൻസ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നൊരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ഇഷ്ടം പോലെയുണ്ട്. ബംഗ്ലാദേശി മുസ്ലിങ്ങളുണ്ട്, ബംഗ്ലാദേശി ഹിന്ദുക്കളുണ്ട്. അവർ ഒരുപാട് പേര് ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നതുകൊണ്ട് അവർ വെസ്റ്റ് ബംഗാളിലോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വോട്ട് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് മമതാ ബാനർജി, മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന CPM. അപ്പൊ ഇത്തരം വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടി ഒതുക്കി SIRന്റെ പേരിൽ BJPക്ക് ഇങ്ങനെ വെട്ടി ഒതുക്കാനായിട്ട് വെസ്റ്റ് ബംഗാളിൽ സാധിച്ചു. ഈ വെട്ടി ഒതുക്കലോടുകൂടി വെസ്റ്റ് ബംഗാളിൽ ഒരു അതായത് മമതാ ബാനർജിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വൻ വോട്ട് ബാങ്കിലാണ് ഒരു വലിയ വിള്ളൽ വീഴ്ത്തിയത്. അപ്പോൾ ഇതാണ് വെസ്റ്റ് ബംഗാളിലെ 2026 തെരഞ്ഞെടുപ്പ് ചിത്രം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് BJP വെസ്റ്റ് ബംഗാളിൽ ഇത്തവണ മത്സരിക്കാനായി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2026 ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കും, അതായത് 3/2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞുപോയ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 150 സീറ്റിൽ 115 സീറ്റും BJP നേടുമെന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. വെസ്റ്റ് ബംഗാൾ ഒരിക്കൽ BJP പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും താഴെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെസ്റ്റ് ബംഗാളിനെ കൊണ്ടുപോകാൻ BJP കഴിയും. കാരണം ഏകദേശം 39ഓളം ലോക്സഭാ സീറ്റാണ് വെസ്റ്റ് ബംഗാളിൽ ഉള്ളത്. അതും കൂടെ ആകുമ്പോൾ 2029 മോഡി സർക്കാർ വീണ്ടും വരാനുള്ള സാധ്യത ആണ് ഇവിടെ ഉരുത്തിരിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം വെസ്റ്റ് ബംഗാളിലെ ചിത്രം ഇതാണ് കാണുന്നത്.